വെൽക്കം ബാക്ക് ടു ബീനാസ് ലേണിംഗ് ക്ലാസ്. 8ാം ക്ലാസ്സിലെ സോഷ്യൽ സയൻസിൻ്റെ ക്രിസ്മസ് എക്സാമിന് വേണ്ടുന്ന കുറച്ച് വൺ വേഡ് ക്വസ്റ്റ്യൻ ആവുന്നല്ലോ കേട്ടോ. നമ്മുടെ എക്സാം അടുത്ത ആഴ്ചയാണ്. അപ്പോൾ അതിന് വേണ്ടുന്ന 1 മാർക്കിൻ്റെ കുറച്ച് ക്വസ്റ്റ്യൻ ആൻസറുകളാണ് നമ്മുടെ ചാനലിനകത്തിൽ. എല്ലാ ചാപ്റ്ററിൻ്റെയും ക്വസ്റ്റ്യൻ ആൻസറുകൾ കിടപ്പുണ്ട് കേട്ടോ. നിങ്ങൾ എഴുതിയെടുക്കുന്നുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. എൻ്റെ നോട്ടുകൾ മാത്രം എഴുതിയെടുക്കുന്ന കുഞ്ഞുങ്ങളുണ്ടോ നിങ്ങൾ കേട്ടോ? ഒരുവിധമുള്ള നോട്ടുകളൊക്കെ നമ്മൾ ഇട്ടിട്ടുണ്ട്. വാരി വലിച്ചൊന്നും നോട്ട് എഴുതിയിട്ടില്ല. ഇനിയും ലാസ്റ്റ് ഒരു ചാപ്റ്ററിൻ്റെയും കൂടെ കുറച്ചുകൂടി ഉണ്ടല്ലേ. അപ്പോൾ അത് വേണമെന്നുള്ളൊരിത് കമൻറ്റ് പറയണേ. ഇത് വൺ വേഡ് ക്വസ്റ്റ്യൻ മാത്രമാണ് ഇതിനകത്ത് പറയുന്നത് കേട്ടോ. 1 മാർക്കിൻ്റെ പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻ ആൻസറുകളാണ് കുഞ്ഞുങ്ങളെ. ഒരു 60 എണ്ണം ഞാൻ എഴുതിയെടുത്തിട്ടുണ്ട്. ഞാനിത് വായിച്ചു തരാം. നിങ്ങളിത് വൃത്തിയായിട്ട് അങ്ങ് എഴുതിയെടുക്കണം കേട്ടോ. കഴിയുന്നതും ഇപ്പം തന്നെ അങ്ങ് പഠിക്കുക, പിന്നത്തേക്ക് മാറ്റി വെക്കണ്ട. കാരണം ഡേറ്റുകളും പേരുകളും ഒക്കെയാണ്. വൃത്തിയായിട്ട് അങ്ങ് പഠിക്കുക കേട്ടോ. ഒന്നാമത്തെ ചോദ്യം, ദ കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലി കെയിം ഇൻ ടു എക്സിസ്റ്റൻസ് ഓൺ. ദ കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലി കെയിം ഇൻ ടു എക്സിസ്റ്റൻസ് ഓൺ, അതായത് ഭരണഘടനാ നിർമ്മാണ സഭ നിലവിൽ വന്നത് എന്നാണെന്ന്. ഭരണഘടനാ നിർമ്മാണ സഭ നിലവിൽ വന്നത് എന്നാണ്. 1946 ഡിസംബർ 6-നാണ് കേട്ടോ. 1946 ഡിസംബർ 6-നാണ്. ഹു വാസ് ദ ചെയർമാൻ ഓഫ് കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലി? ആരാണ് ഭരണഘടനാ നിർമ്മാണ സഭയുടെ അധ്യക്ഷൻ? ഭരണഘടനാ നിർമ്മാണ സഭയുടെ അധ്യക്ഷൻ ആരാണ്? ഹു വാസ് ദ ചെയർമാൻ ഓഫ് കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലി? ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ആണ്. ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്. 2 ഉണ്ടല്ലോ. മൂന്നാമത്തെ, പൗരാവകാശങ്ങളെയും സ്വാതന്ത്ര്യത്തെയും പരാമർശിക്കുന്ന ലോകത്തിലെ ആദ്യത്തെ ഔദ്യോഗിക രേഖ ഏതാണ്? പൗരാവകാശങ്ങളെയും സ്വാതന്ത്ര്യത്തെയും പരാമർശിക്കുന്ന ലോകത്തിലെ ആദ്യത്തെ ഔദ്യോഗിക രേഖ ഏതാന്ന് ചോദിച്ചാൽ മാഗ്ന കാർട്ടയാണ് കേട്ടോ. 1215 മാഗ്ന കാർട്ട. വാട്ട് വാസ് ദ ഫസ്റ്റ് ഒഫീഷ്യൽ ഡോക്യുമെന്റ് ഇൻ ദ വേൾഡ് ടു റെഫർ ടു സിവിൽ റൈറ്റ്സ് ആൻഡ് ലിബർട്ടീസ്? ഏതൊക്കെയാണ്? മാഗ്ന കാർട്ട. സ്പെല്ലിംഗ് പഠിക്കണേ. മാഗ്ന കാർട്ട മീനിങ് എന്താ കുഞ്ഞുങ്ങളെ? ഈ മാഗ്ന കാർട്ട നമ്മളൊരു വെറൈറ്റി പേരാണ് അല്ലേ. അതുകൊണ്ട് എന്താ ആ വാക്കിൻ്റെ അർത്ഥം എന്താണ്? വലിയ പ്രമാണം, ബിഗ് ഡോക്യുമെൻ്റ് എന്നാണ് കേട്ടോ. എന്ന് വെച്ചാൽ പൗരാവകാശങ്ങളെയും സ്വാതന്ത്ര്യത്തെയും പരാമർശിക്കുന്ന ലോകത്തിലെ ആദ്യത്തെ ഔദ്യോഗിക രേഖയാണ് ഈ മാഗ്ന കാർട്ട. ആ പേര് ഉണ്ടല്ലോ, മാഗ്ന കാർട്ട എന്ന് പറയുന്നതിൻ്റെ അർത്ഥം എന്ന് വെച്ച് കഴിഞ്ഞാൽ ബിഗ് ഡോക്യുമെൻറ്റ്സ് ആണ് കേട്ടോ. ഈ ഓരോ പോയിന്റും മനസ്സിലാക്കി പോകണം കേട്ടോ. അതിൻ്റെ അർത്ഥം എന്ന് വെച്ചാൽ ബിഗ് ഡോക്യുമെൻറ്റ്സ്, വലിയ പ്രമാണം. മാഗ്ന കാർട്ടയിൽ ഒപ്പുവെച്ച ഇംഗ്ലണ്ടിലെ രാജാവാരാണ്? മാഗ്ന കാർട്ടയിൽ ഒപ്പുവെച്ച ഇംഗ്ലണ്ടിലെ രാജാവാരാണ്? ഹു വാസ് ദ കിങ് ഓഫ് ഇംഗ്ലണ്ട് ഹു സൈൻഡ് ദ മാഗ്ന കാർട്ട? ആരാണ്? ജോൺ രാജാവാണ്. നിങ്ങളെ ജോൺ രാജാവ്, കിങ് ജോൺ എന്ന് പറയും കേട്ടോ. ജോൺ രാജാവ്. ലോകത്തിലെ ആദ്യത്തെ എഴുതപ്പെട്ട ഭരണഘടന ഏതാണ്? വിച്ച് ഈസ് ദ വേൾഡ് ഫസ്റ്റ് റിട്ടൺ കോൺസ്റ്റിറ്റ്യൂഷൻ? ആദ്യത്തെ എഴുതപ്പെട്ട ഭരണഘടനയാണ് കേട്ടോ. ലോകത്തിലെ ആദ്യത്തെ എഴുതപ്പെട്ട ഭരണഘടന. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് കേട്ടോ. PSCക്കൊക്കെ ചോദിക്കുന്ന ചോദ്യം അത്. വിച്ച് ഈസ് ദ വേൾഡ് ഫസ്റ്റ് റിട്ടൺ കോൺസ്റ്റിറ്റ്യൂഷൻ? അതാണ് അമേരിക്കൻ കോൺസ്റ്റിറ്റ്യൂഷനാണ് കേട്ടോ. അമേരിക്കൻ ഭരണഘടനയാണ്. 6 നല്ലപോലെ എഴുതിയെടുക്കണേ. പറ്റുന്നുണ്ടല്ലോ. ഞാൻ ഈ 2 വെച്ചാണ് ഇങ്ങനെ കാണിക്കുന്നത് തന്നെ. നിങ്ങൾക്ക് സമാധാനത്തെ 3 ഉണ്ടോ, ഓരോന്നും എഴുതിയെടുക്കണം. 6 ഒക്കെയാണേ. അടുത്ത 7ാമത്തെ ചോദ്യം, ഇന്ത്യയിലെ ഭരണഘടനാ ദിനമായിട്ട് ആചരിക്കുന്നത് ഏത് ദിവസമാണ്? ഇന്ത്യൻ ഭരണഘടന ദിനമായിട്ട് ആചരിക്കുന്നത് ഏത് ദിവസമാണ്? നവംബർ 26 കേട്ടോ. വിച്ച് ഡേ ഈസ് ഒബ്സർവ്ഡ് ആസ് ദ കോൺസ്റ്റിറ്റ്യൂഷൻസ് ഡേ ഇൻ ഇന്ത്യ? എന്നാണ്? നവംബർ 26. വാട്ട് ഈസ് ഹ്യൂമൻ റൈറ്റ്സ്? എന്താണ് മനുഷ്യാവകാശം എന്നാൽ എന്താണ്? മനുഷ്യാവകാശങ്ങൾ എന്നാൽ എന്താണ്? ഹ്യൂമൻ റൈറ്റ്സ് ആർ ദ റൈറ്റ്സ് ദാറ്റ് പ്രൊട്ടക്റ്റ് ദ ഡിഗ്നിറ്റി ആൻഡ് ഇൻഡിവിജ്വാലിറ്റി ഓഫ് ഹ്യൂമൻ ബീയിങ് യൂണിവേഴ്സലി. ഹ്യൂമൻ റൈറ്റ്സ് ആർ ദ റൈറ്റ്സ് ദാറ്റ് പ്രൊട്ടക്റ്റ് ദ ഡിഗ്നിറ്റി ആൻഡ് ഇൻഡിവിജ്വാലിറ്റി ഓഫ് ഹ്യൂമൻ ബീയിങ് യൂണിവേഴ്സലി. എന്താണ്? അലർജി പ്രശ്നമോ നിങ്ങളുടെ കേട്ടോ? നിങ്ങൾക്കൊക്കെ ഉണ്ടോ? പൊടി എതിലേക്കൂടെയും പോയാൽ മതി. ചോക്ക് പൊടി ആയാലും ഏതെങ്കിലും പൊടി എതിലേക്കൂടെയും പോയാൽ മതി. പിന്നെ അങ്ങ് തുമ്മല കേട്ടോ. സാർവത്രികമായി മനുഷ്യൻ്റെ അഭിമാനത്തെയും വ്യക്തിത്വത്തെയും സംരക്ഷിക്കുന്ന അവകാശങ്ങളാണ് മനുഷ്യാവകാശങ്ങൾ എന്ന് പറയുന്നത്. ഹ്യൂമൻ റൈറ്റ്സ്. നമുക്കെല്ലാ അവകാശങ്ങളുണ്ട് അല്ലേ. നമുക്ക് റോഡിൽ കൂടി നടക്കാനുള്ള അവകാശമുണ്ട്, നമുക്ക് സംസാരിക്കാനുള്ള അവകാശമുണ്ടല്ലേ. എന്തെല്ലാം അവകാശങ്ങളാണ്. ആ റൈറ്റ്സുകളൊക്കെ ഒന്ന് പഠിച്ചു വെച്ചേക്കണം കേട്ടോ.
ഹ്യൂമൻ റൈറ്റ്സുകൾ സാർവത്രികമായിട്ട്, വായിക്കാൻ പറ്റുന്നുണ്ടോ? സാർവത്രികമായിട്ട് മനുഷ്യൻ്റെ അഭിമാനത്തെയും വ്യക്തിത്വത്തെയും സംരക്ഷിക്കുന്ന അവകാശങ്ങളാണ് ഹ്യൂമൻ റൈറ്റ്സ് അല്ലെങ്കിൽ മനുഷ്യാവകാശങ്ങൾ എന്ന് പറയുന്നത്. അടുത്ത എന്താണ് മൈനോറിറ്റീസ് അല്ലെങ്കിൽ ന്യൂനപക്ഷം എന്നാൽ എന്താണ്? മൈനോറിറ്റീസ്, ന്യൂനപക്ഷം എന്നാൽ എന്താണ്? കാണാൻ പറ്റുന്നുണ്ടല്ലോ. Minorities are the group of people who follow a common language, religion or culture and are fewer in number than other groups in a particular part of the country or the whole country. രാജ്യത്തിൻ്റെ ഏതെങ്കിലും ഒരു പ്രത്യേക ഭാഗത്തോ രാജ്യത്തൊട്ടാകെയോ മറ്റു വിഭാഗങ്ങളെക്കാൾ എണ്ണത്തിൽ കുറവുള്ളവരും ഒരു പൊതുഭാഷയോ അല്ലെ മതമോ സംസ്കാരമോ പിന്തുടർന്നവരുമായ ജനവിഭാഗങ്ങളാണ് ന്യൂനപക്ഷങ്ങൾ അല്ലെങ്കിൽ മൈനോറിറ്റീസ് എന്ന് പറയുന്നത്. വായിക്കാൻ പറ്റുന്നുണ്ടോ? മൈനോറിറ്റീസ് ആർ ദ ഗ്രൂപ്പ് ഓഫ് പീപ്പിൾസ് ഹു ഫോളോ എ കോമൺ ലാംഗ്വേജ്, റിലീജിയൻ ഓർ കൾച്ചർ ആൻഡ് എ ഫീവർ ഇൻ നമ്പർ ഓഫ് എച്ച് പോലെ ആയിരിക്കുന്നത് കേട്ടോ, അതുകൊണ്ട് ഹ്യൂമൻ എന്ന് പറയുന്നത് കേട്ടോ. നമ്പർ ദാൻ ദ അതർ ഗ്രൂപ്പ്സ് ഇൻ എ പർട്ടിക്കുലർ പാർട്ട് ഓഫ് ദ കൺട്രി ഓർ ദ ഓൾ കൺട്രി. രാജ്യത്തിൻ്റെ ഏതെങ്കിലും ഒരു പ്രത്യേക ഭാഗത്തോ അല്ലെങ്കിൽ രാജ്യത്തൊട്ടാകെയോ മറ്റ് വിഭാഗങ്ങളെക്കാൾ എണ്ണത്തിൽ കുറവുള്ളവരും ഒരു പൊതുഭാഷയോ അല്ലെ മതമോ സംസ്കാരമോ പിന്തുടർന്നവരും ജനവിഭാഗങ്ങളാണ് ന്യൂനപക്ഷങ്ങളെന്ന് അറിയപ്പെടുന്നത്. 9 ഒക്കെയാണോ? അടുത്ത 10 എന്താണ്? ഞാൻ ഈ പ്രധാനപ്പെട്ടതാണ് പറയുന്നത് കേട്ടോ. എല്ലാ പ്രധാനപ്പെട്ട പോയിന്റുകൾ നോക്കിയാണ് പറയുന്നത്. ഹിസ്റ്ററി എപ്പോഴും സോഷ്യൽ എപ്പോഴും നിങ്ങൾ എന്താ ടെസ്റ്റ് നോക്കി വേണം കുഞ്ഞുങ്ങളെ പഠിക്കാൻ കേട്ടോ. ടെസ്റ്റിനകത്തിലെ ചോദ്യങ്ങളാണ് ചോദിക്കുന്നത്. അപ്പോൾ ഇതൊക്കെ എന്തുവാന്നല്ലേ, ടെസ്റ്റിനകത്തിലെ ചോദ്യങ്ങളാണ് ഇതൊക്കെ. ഏറ്റവും പ്രധാനപ്പെട്ടത് നോക്കി 1 മാർക്കിൻ്റെയാണ് ഇതിൽ എഴുതി വെച്ചേക്കുന്നത്. നമ്മുടെ സോഷ്യൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ 1 മാർക്ക് മാത്രമാണോ? 1 മാർക്കിൻ്റെ ചോദ്യം മാത്രമാണോ നിങ്ങളെ സോഷ്യലിന് ചോദിക്കുന്നതല്ല. അപ്പം നമ്മൾ ഈ 1 മാത്രം പിടിച്ചുകൊണ്ടിരിക്കരുത്. ടെസ്റ്റ് നല്ലപോലെ പഠിക്കണം. ടെസ്റ്റിനകത്തിലെ ആ ബോക്സിനകത്തിലൊക്കെ ഇട്ടിരിക്കുന്ന ഫീച്ചേഴ്സും സർക്കംസ്റ്റൻസും ഒക്കെ ഒത്തിരി ഉണ്ട് കേട്ടോ. അതൊക്കെ ഒന്ന് നോക്കണം. മൗലിക അവകാശങ്ങൾ എന്തെല്ലാമാണ്? ഫണ്ടമെൻ്റൽ റൈറ്റ്സുകൾ എന്ന് വെച്ചാൽ എന്താണ് ഫണ്ടമെൻ്റൽ റൈറ്റ്സ്? അന്തർദേശീയ തലത്തിൽ മനുഷ്യാവകാശങ്ങളായി കണക്കാക്കുന്നതും പൗരന്മാരുടെ അന്തസ്സിനും സ്വാതന്ത്ര്യത്തിനും അതിജീവനത്തിനും അനിവാര്യവുമായ ചില അടിസ്ഥാന ആവശ്യങ്ങളുണ്ട്. രാഷ്ട്രങ്ങൾ അത് അംഗീകരിച്ച് സംരക്ഷിക്കുകയും നടപ്പിലാക്കുകയും ചെയ്യുന്ന ഇത്തരം അവകാശങ്ങളാണ് മൗലിക അവകാശങ്ങൾ എന്ന് പറയുന്നത്. ഇച്ചിരി കട്ടിയല്ലേ? അന്തർദേശീയ തലത്തിൽ മനുഷ്യാവകാശങ്ങളായി കണക്കാക്കുന്നതും, മനുഷ്യൻ്റെ ഓരോ അവകാശങ്ങളുണ്ടല്ലോ, അത് പൗരന്മാരുടെ അന്തസ്സിനും സ്വാതന്ത്ര്യത്തിനും അതിജീവനത്തിനും അനിവാര്യവുമായ ചില അടിസ്ഥാന ഘടകങ്ങളുണ്ട്. രാഷ്ട്രങ്ങൾ അത് അംഗീകരിച്ച് സംരക്ഷിക്കുകയും നടപ്പിലാക്കുകയും ചെയ്യുന്ന ഇത്തരം അവകാശങ്ങളാണ് മൗലിക അവകാശങ്ങൾ അല്ലെങ്കിൽ ഫണ്ടമെൻ്റൽ റൈറ്റ്സ് എന്ന് പറയുന്നത് കേട്ടോ. അതിൻ്റെ ഇംഗ്ലീഷ് ഇന്റർനാഷണലി റെക്കഗ്നൈസ്ഡ് ഹ്യൂമൻ റൈറ്റ്സ് ദാറ്റ് ആർ എസെൻഷ്യൽസ് ടു ദ ഡിഗ്നിറ്റി, ലിബർട്ടി ആൻഡ് സർവൈവൽ ഓഫ് സിറ്റിസൺസ് ഇൻ എ ഡെമോക്രാറ്റിക് സിസ്റ്റംസ്. ദ ഫണ്ടമെൻ്റൽ റൈറ്റ്സ് ആർ സച്ച് റൈറ്റ്സ് റെക്കഗ്നൈസ്ഡ്, പ്രൊട്ടക്റ്റഡ് ആൻഡ് എൻഫോഴ്സ്ഡ് ബൈ സ്റ്റേറ്റ് കേട്ടോ. Internationally recognized human rights that are essentials to the dignity, liberty and survival of citizens in a democratic system. Fundamental rights are such rights recognized, protected and enforced by state. അതായത് നമ്മളിപ്പോൾ പറഞ്ഞല്ലോ മൗലിക അവകാശങ്ങൾ എന്നാൽ എന്താണെന്നുള്ളതിൻ്റെ ഇംഗ്ലീഷ് മീഡിയക്കാർക്ക് കുഞ്ഞുങ്ങളെ ഇത്രയും, മലയാളം മീഡിയക്കാരെ ഇത്രയും എഴുതിയെടുക്കണം കേട്ടോ. അടുത്ത 11ാമത്തെ ചോദ്യം. വാട്ട് ആർ ദ മൈനോറിറ്റി ഗ്രൂപ്പ് ഇൻ അവർ സ്റ്റേറ്റ്? വാട്ട് ആർ ദ മൈനോറിറ്റി ഗ്രൂപ്പ് ഇൻ അവർ സ്റ്റേറ്റ്? നമ്മുടെ സംസ്ഥാനത്തെ ന്യൂനപക്ഷ വിഭാഗങ്ങൾ ഏതെല്ലാമാണ്? നമ്മുടെ സംസ്ഥാനത്തിലെ ന്യൂനപക്ഷ വിഭാഗങ്ങൾ ഏതെല്ലാമാണ്? 1ാമത്തത് ഭാഷാ ന്യൂനപക്ഷങ്ങൾ കേട്ടോ. ലിംഗ്വിസ്റ്റിക്, അത് പേര് ഒരു വെറൈറ്റി പേരാട്ടോ. LING ലിംഗ്വിസ്റ്റിക് മൈനോറിറ്റീസ്, റിലീജിയസ് മൈനോറിറ്റീസ്, പിന്നെ കൾച്ചറൽ മൈനോറിറ്റീസ്, ജെൻഡർ മൈനോറിറ്റീസ് കേട്ടോ. ഈ 3 മൈനോറിറ്റീസ് എന്ന് വെച്ചാൽ എന്താ? നമ്മൾ പഠിച്ച ന്യൂനപക്ഷം എന്നാൽ എന്താണ് കേട്ടോ. അത് ഭാഷയിലാവാം അല്ലെ, ലാംഗ്വേജിൻ്റെ ആണ്. ഈ ലാംഗ്വേജിൻ്റെ ലിംഗ്വിസ്റ്റിക് എന്ന് പറയുന്നത് കേട്ടോ. പിന്നെ റിലീജിയൻ മതമുണ്ട്, കൾച്ചർ സംസ്കാരമുണ്ട്, ജെൻഡർ ലിംഗം എന്ന് വെച്ചാൽ ആണാണോ പെണ്ണാണോ എന്നതിലുള്ള ന്യൂനപക്ഷമുണ്ട് കേട്ടോ. 11. 12ാമത്തെ ചോദ്യം. ദ സുപ്രീം കോർട്ട് ആൻഡ് ദ ഹൈക്കോർട്ട് റീസ്റ്റോർ ഫണ്ടമെൻ്റൽ റൈറ്റ്സ് ത്രൂ ഡാഷ്.
എന്താ കുഞ്ഞുങ്ങളെ റിട്ടുകൾ എന്നാൽ എന്താണ്? റിട്സ് കേട്ടോ, നമ്മുടെ ടെസ്റ്റിലുള്ളതാണ് റിട്സ്. സുപ്രീം കോടതിയും ഹൈക്കോടതി എന്തിലൂടെയാണ് ഈ മൗലിക അവകാശങ്ങൾ പുനഃസ്ഥാപിക്കുന്നത് എന്നാണ്. സുപ്രീം കോടതിയും ഹൈക്കോടതിയും എന്തിലൂടെയാണ് മൗലിക അവകാശങ്ങൾ പുനഃസ്ഥാപിക്കുന്നത്? എന്തിലൂടെയാണ്? റിട്ടുകൾ എന്നാണ് കേട്ടോ. സ്പെല്ലിംഗ് ഒക്കെ WRITS, റിട്സ്. ദ സുപ്രീം കോർട്ട് ആൻഡ് ദ ഹൈക്കോർട്ട് റീസ്റ്റോർ ഫണ്ടമെന്റൽ റൈറ്റ്സ് ത്രൂ റിട്സുകൾ കേട്ടോ. 12 ഓക്കെ. അപ്പം എന്താ ഈ റിട്സ്? നമ്മൾ പറഞ്ഞില്ലേ റിട്സിലൂടെയാണ് ചെയ്യുന്നതെന്ന് പറഞ്ഞില്ലേ. അപ്പം എന്താ റിട്സ്? റിട്സ് ആർ ഓർഡേഴ്സ് ആൻഡ് ഡിറക്ഷൻസ് ഇഷ്യൂഡ് ബൈ ദ സുപ്രീം കോർട്ട് ഓർ ദ ഹൈക്കോർട്ട് ഫോർ ദ പ്രൊട്ടക്ഷൻസ് ഓഫ് ദ ഫണ്ടമെന്റൽ റൈറ്റ്സ്. മൗലിക അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിനായിട്ട് സുപ്രീം കോടതിയോ ഹൈക്കോടതിയോ പുറപ്പെടുവിക്കുന്ന ഉത്തരവുകളും നിർദ്ദേശങ്ങളുമാണ് റിട്ടുകൾ എന്ന് പറയുന്നത്. മൗലിക അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിനായിട്ട് സുപ്രീം കോടതിയോ ഹൈക്കോടതിയോ പുറപ്പെടുവിക്കുന്ന ഉത്തരവുകളും നിർദ്ദേശങ്ങളുമാണ് റിട്സുകൾ എന്ന് അറിയപ്പെടുന്നത് കേട്ടോ. ഒറ്റ വാക്യമുള്ളൂ. ഇതെല്ലാം ഓരോ മാർക്കിന്റെ പ്രധാനപ്പെട്ട ക്വസ്റ്റ്യനുകളാണ്. നിർദ്ദേശക തത്വങ്ങൾ ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഏത് ഭാഗത്താണ്? നിർദ്ദേശക തത്വങ്ങൾ ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഏത് ഭാഗത്താണ്? ഇൻ വിച്ച് പാർട്ട് ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻസ് ആർ ദ ഡിറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഇൻക്ലൂഡഡ്? ഡിറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഇൻക്ലൂഡ് പാർട്ട് 4 കേട്ടോ. ഭാഗം 4 ഇതിനെക്കുറിച്ചൊക്കെ പറയുന്നത്. അടുത്ത, വിച്ച് ആക്ട് വാസ് ഇംപ്ലിമെന്റഡ് ത്രൂ ഗാന്ധിയൻ ഐഡിയ ഓഫ് ഓർഗനൈസിങ് വില്ലേജ് പഞ്ചായത്ത്? ചോദ്യമൊക്കെ നല്ലപോലെ മനസ്സിലാക്കണം. വിച്ച് ആക്ട്, ഏത് ആക്റ്റാണ് വാസ് ഇംപ്ലിമെന്റഡ് ത്രൂ ഗാന്ധിയൻ ഐഡിയ ഓഫ് ഓർഗനൈസിങ് വില്ലേജ് പഞ്ചായത്ത്? ഗ്രാമപഞ്ചായത്തുകൾ സംഘടിപ്പിക്കുക എന്ന ഗാന്ധിയൻ ആശയത്തിലൂടെ നടപ്പിലാക്കിയ നിയമം ഏതാണ്? ഗ്രാമപഞ്ചായത്തുകൾ സംഘടിപ്പിക്കുക എന്ന ഗാന്ധിയൻ ആശയത്തിലൂടെ നടപ്പിലാക്കിയ നിയമമാണ് ഏതാ? ദ പഞ്ചായത്തി രാജ് എന്ന് പറയുന്നത് കേട്ടോ. പഞ്ചായത്തി രാജ് നഗരപാലിക എന്നാണ് അത് ഇംഗ്ലീഷിൽ പഠിക്കുമ്പോൾ നഗരപാലിക കേട്ടോ. 1993 പഞ്ചായത്തി രാജ് നഗരപാലിക എന്നാണ് കേട്ടോ. നഗരപാലിക എന്നുള്ളത് നഗരപാലിക. സ്പെല്ലിംഗ് ഒക്കെ കറക്റ്റായിട്ട് പറയണേ കേട്ടോ. അടുത്ത, വിച്ച് ആക്ട് വാസ്, ഇപ്പം നിങ്ങൾ ഞാൻ പറയുന്നത് ശരിയാണെന്നല്ലേ അല്ലെ? നഗരപാലിക കേട്ടോ. നഗരപാലിക, പഞ്ചായത്തി രാജ് നഗരപാലിക. ഓക്കെ ആണോ? വിച്ച് ആക്ട് വാസ് ഇംപ്ലിമെന്റഡ് ത്രൂ ദ ലിബറൽ ഐഡിയ ഓഫ് ഫ്രീ എഡ്യൂക്കേഷൻ? സൗജന്യ വിദ്യാഭ്യാസം എന്ന ഉദാര ആശയത്തിലൂടെ നടപ്പിലാക്കിയ നിയമമാണ് റൈറ്റ് ടു എഡ്യൂക്കേഷൻ ആക്ട്, വിദ്യാഭ്യാസ അവകാശ നിയമം. ഇതിനകത്തിലെല്ലാം ഇപ്പം നിങ്ങൾ ശ്രദ്ധിച്ചറിയാൻ ഡേറ്റും കൂടിയാണ് തന്നിരിക്കുന്നത്. പഞ്ചായത്തി രാജ് നഗരപാലിക നിയമം 1993 1993 പഞ്ചായത്തി രാജ് നഗരപാലിക നിയമമാണ് ഗ്രാമപഞ്ചായത്തുകൾ സംഘടിപ്പിക്കുക എന്ന ഗാന്ധിയൻ ആശയത്തിലൂടെ നടപ്പിലാക്കിയത്. പക്ഷേ സൗജന്യ വിദ്യാഭ്യാസം എന്ന ഉദാര ആശയത്തിലൂടെ നടപ്പിലാക്കിയ നിയമമാണ് റൈറ്റ് ടു എഡ്യൂക്കേഷൻ ആക്ട് കേട്ടോ. 2009 വിദ്യാഭ്യാസ അവകാശ നിയമം. 16. 17 ഹു വാസ് ദ ഫസ്റ്റ് ഡെപ്യൂട്ടി പ്രൈം മിനിസ്റ്റർ ആൻഡ് ഹോം മിനിസ്റ്റർ ഓഫ് ഇന്ത്യ? ഹു വാസ് ദ ഫസ്റ്റ് ഡെപ്യൂട്ടി പ്രൈം മിനിസ്റ്റർ ആൻഡ് ഹോം മിനിസ്റ്റർ ഓഫ് ഇന്ത്യ? ഇന്ത്യയുടെ പ്രഥമ ഉപപ്രധാനമന്ത്രിയും ഡെപ്യൂട്ടി പ്രൈം മിനിസ്റ്റർ ഫസ്റ്റ് പ്രഥമ ഉപപ്രധാനമന്ത്രിയും ഹോം മിനിസ്റ്റർ ആഭ്യന്തരമന്ത്രിയുമായിരുന്ന വ്യക്തിയാണ് സർദാർ വല്ലഭായി പട്ടേൽ. ഭരണഘടനയിൽ എത്ര മൗലിക കടമകൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്? നമ്മുടെ ഹൗ മെനി ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് ആർ എംബഡഡ് ഇൻ ദ കോൺസ്റ്റിറ്റ്യൂഷൻസ്? 11 ആണ് കേട്ടോ. ഭരണഘടനയിൽ എത്ര മൗലിക കടമകൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്? 11. വാട്ട് ഈസ് ദ ബേസിക് പ്രിൻസിപ്പിൾസ് ഓഫ് ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ്? മൗലിക കർത്തവ്യങ്ങളുടെ അടിസ്ഥാന തത്വം എന്താണ്? പ്രിൻസിപ്പിൾസ്. മൗലിക കർത്തവ്യങ്ങളുടെ ഫണ്ടമെന്റൽ ഡ്യൂട്ടി ഉണ്ടല്ലോ, മൗലിക കർത്തവ്യങ്ങൾ, അതിൻ്റെ അടിസ്ഥാന തത്വം ബേസിക് പ്രിൻസിപ്പിൾ എന്താണ്? വെൻ സിറ്റിസൺ എൻജോയ് ദെയർ ഫണ്ടമെന്റൽ റൈറ്റ്സ് ദേ ഷുഡ് ആൾസോ ബി അവെയർ ഓഫ് ദെയർ ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ്.
പൗരർ മൗലിക അവകാശങ്ങൾ അനുഭവിക്കുമ്പോൾ മൗലിക കർത്തവ്യങ്ങളെക്കുറിച്ച് കൂടി ഒന്ന് ബോധവാന്മാരുള്ളവരാണ് കേട്ടോ. പൗരർ മൗലിക അവകാശങ്ങൾ അനുഭവിക്കുമ്പോൾ ഈ മൗലിക കർത്തവ്യങ്ങൾ കൂടി കുറച്ച് കേട്ടോ, മൗലിക കർത്തവ്യങ്ങളെ കുറിച്ചുകൂടി ബോധമുള്ളവർ ആകണം. 20ാമത്തെ, ഫോർ വാട്ട് പർപ്പസ് ഗോൾഡ് ഈസ് ബീങ് യൂസ്ഡ്. സ്വർണം ഏതെല്ലാം ആവശ്യങ്ങൾക്ക് വേണ്ടിയാണ് നാം ഉപയോഗിക്കുന്നത്? പല ചാപ്റ്റർ ആട്ടോ, എല്ലാ ചാപ്റ്ററിലേയും കൂടെ വെച്ചതാണ്. മാനുഫാക്ചറിങ് ഓഫ് ഇലക്ട്രോണിക് ഗുഡ്സ്, പിന്നെ ജ്വല്ലറി ആൻഡ് ഓർണമെന്റ്സ്, എയറോസ്പേസ് ഇൻഡസ്ട്രി കേട്ടോ. ഇഷ്ടമുള്ള ഏതെങ്കിലും ഒരു 3 പേര് കൊടുത്താൽ മതി. വൈദ്യുതി ഉപകരണങ്ങളുടെ നിർമ്മാണത്തിന്, നമ്മൾ ആഭരണങ്ങൾ ഉണ്ടാക്കാൻ, അലങ്കാര വസ്തുക്കൾ ഉണ്ടാക്കാൻ, ബഹിരാകാശ വ്യവസായത്തിനും ഒക്കെ ഗോൾഡ് ഉപയോഗിക്കുന്നു എന്നാണ് കേട്ടോ. 20 ഓക്കെ ചോളെ. അപ്പോൾ 21 ഹ്യൂമൻ റിസോഴ്സസ്. നമ്മൾ റിസോഴ്സസ് എന്നാൽ എന്താണെന്ന് പഠിച്ചോ? ഇതൊക്കെ ജോഗ്രഫി കേട്ടോ. നമ്മുടെ ഹിസ്റ്ററിക്ക് അത് ജോഗ്രഫി, പൊളിറ്റിക്സ് കേട്ടോ, ഇതൊക്കെയുണ്ട്. അപ്പോൾ റിസോഴ്സസ് ഒക്കെ ജോഗ്രഫിയാണ്. എന്താണ് മാനവ വിഭവം? ഹ്യൂമൻ റിസോഴ്സസ് എന്ന് വെച്ചാൽ എന്താണ്? വെൻ ഹ്യൂമൻ സ്കിൽസ് ആർ യൂസ്ഡ് ആസ് റിസോഴ്സസ് ദിസ് ഈസ് കാൾഡ് ഹ്യൂമൻ റിസോഴ്സസ്. മനുഷ്യരുടെ കഴിവുകളെ, സ്കില്ലുണ്ടല്ലോ നിങ്ങളെ, അവരുടെ കഴിവുകളെ വിഭവമായിട്ട് ഉപയോഗിക്കാറുണ്ട്. മനുഷ്യരുടെ കഴിവുകളെ വിഭവമായിട്ട് ഉപയോഗിക്കാറുണ്ട്. ഇങ്ങനെ ഉപയോഗിക്കുന്നതിനെ നമ്മൾ മാനവീയ വിഭവം അല്ലെങ്കിൽ ഹ്യൂമൻ റിസോഴ്സസ് എന്ന് പറയുന്നത് കേട്ടോ. ഈ റിസോഴ്സസിനെ നമുക്ക് 2 ക്ലാസിഫൈ ചെയ്യാം കേട്ടോ. റിസോഴ്സസിനെ ക്ലാസിഫൈഡ് ഓൺ 2. ഒന്ന് റിന്യൂവബിൾ റിസോഴ്സസ്, 2 നോൺ റിന്യൂവബിൾ റിസോഴ്സസ്. നമുക്ക് വിഭവങ്ങളെ 2 തിരിക്കാം. പുനഃസ്ഥാപിക്കാൻ കഴിയുന്നവയുണ്ട്, പുനഃസ്ഥാപിക്കാൻ കഴിയാത്തവയുണ്ട് കേട്ടോ. അപ്പോൾ ഇത് റിന്യൂവബിൾ റിസോഴ്സസ് ദാറ്റ് ഡു നോട്ട് ഗെറ്റ് ഡിപ്ലക്റ്റഡ് ആഫ്റ്റർ യൂസ് ആൻഡ് ദാറ്റ് ക്യാൻ ബി റീയൂസ്ഡ് ആർ കാൾഡ് കേട്ടോ. എന്താ റിന്യൂവബിൾ റിസോഴ്സസ് ദാറ്റ് ഡു നോട്ട് ഗെറ്റ് ഡിപ്ലക്റ്റഡ് ആഫ്റ്റർ യൂസ് ആൻഡ് ക്യാൻ ബി റീയൂസ്ഡ്. അതിനെ പറയുന്ന പേരാണ് റിന്യൂവബിൾ റിസോഴ്സസ് അല്ലെങ്കിൽ പുനഃസ്ഥാപിക്കാൻ കഴിയുന്നവ എന്ന് പറയുന്നത്. പുനഃസ്ഥാപിക്കാൻ കഴിയുന്നത് വെച്ചാൽ എന്താ? നമ്മൾ ഉപയോഗത്തിന് ശേഷം തീർന്നു പോകാത്തതും വീണ്ടും നമുക്ക് ഉപയോഗയോഗ്യവുമായിട്ടുള്ള വിഭവങ്ങൾ. ഇപ്പം നമുക്ക് സൂര്യപ്രകാശം നോക്കൂ കുഞ്ഞുങ്ങളെ, നമ്മൾ ആവശ്യത്തിന് മാത്രമേ എടുക്കുന്നുള്ളൂ. നമുക്കൊരാൾക്ക് മാത്രം എടുക്കുന്നോ 2 പേർക്ക് മാത്രം എടുക്കുന്നോ അതോ അല്ല, തീർന്നു പോകുന്നുണ്ടോ? ഇല്ല. ജലം അല്ലേ, വെള്ളം ഇല്ലേ, ഇതൊക്കെ നോൺ സ്റ്റോപ്പ് ആയിട്ടുള്ളതാണ്. ഉപയോഗത്തിന് ശേഷം തീർന്നു പോകാത്തതും വീണ്ടും നമുക്കെന്താ ഉപയോഗയോഗ്യവുമായിട്ടുള്ള വിഭവമാണ്. കാറ്റ്, വിൻഡ് ഇല്ലേ, കാറ്റും ഒക്കെ എന്താ നമ്മൾ മാത്രമേ എടുക്കുന്നുള്ളൂ കാറ്റടിക്കുമ്പം? അല്ല. നോൺ റിന്യൂവബിൾ ഉണ്ട് കേട്ടോ. നോൺ റിന്യൂവബിൾ എന്ന് വെച്ചാൽ എന്താ? പുനഃസ്ഥാപിക്കാൻ കഴിയാത്തവ എന്ന് വെച്ചാൽ നോൺ റിന്യൂവബിൾ റിസോഴ്സസ് ഹാവ് ബീൻ ഫോംഡ് ഓവർ മില്യൺസ് ഓഫ് ഇയേഴ്സ് ആൻഡ് ദേ ഡിക്രീസ് ഇൻ ക്വാണ്ടിറ്റി വിത്ത് യൂസ്. പെട്രോളിയവും അയണും ഒക്കെ അതിന് ഉദാഹരണമാണ്. അതായത് ദശലക്ഷക്കണക്കിന് വർഷങ്ങൾ കൊണ്ട് രൂപപ്പെട്ടതും ദശലക്ഷക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് ഉപയോഗത്തിനനുസരിച്ച് അവയുടെ അളവ് കുറയുന്നതുമായ വിഭവമാണ് കേട്ടോ. ഏതാ? നോൺ റിന്യൂവബിൾ റിസോഴ്സസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ? പുനഃസ്ഥാപിക്കാൻ കഴിയാത്തവ, തീർന്നുകൊണ്ടേ ഇരിക്കുകയല്ലേ. പെട്രോള്, ഇരുമ്പ്, പെട്രോളല്ല കുഞ്ഞുങ്ങളെ, പെട്രോളിയം ആണ് കേട്ടോ. പെട്രോളിയം, ഇരുമ്പ്. ഈ പെട്രോളിയം എന്ന് വെച്ചാൽ എന്താ? ഈ പെട്രോളിനകത്ത് നിന്ന് ഫസ്റ്റ് എന്താ ഏവിയേഷനിലുള്ള അല്ലേ പെട്രോൾ എടുക്കുന്നു. അത് കഴിഞ്ഞ് രണ്ടാമത്തേത് ഡീസൽ അല്ലേ, പിന്നെ മണ്ണെണ്ണ, പിന്നെ ടാറ്, ഇങ്ങനെ ഘട്ടമായിട്ട് തിരിക്കത്തില്ലേ ഇവർ. അപ്പോൾ 22 അല്ലേ. 23 വേർ ഈസ് മുംബൈ ഹൈ ലൊക്കേറ്റഡ്? വേർ ഈസ് മുംബൈ ഹൈ ലൊക്കേറ്റഡ്? Where is Mumbai High located? In the Arabian Sea, about 160 kilometers off the coast of Mumbai. മുംബൈ, മഹാരാഷ്ട്ര. മുംബൈ ഹൈ എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? മഹാരാഷ്ട്രയിലെ മുംബൈയുടെ തീരത്ത് നിന്നും ഏകദേശം 160 കിലോമീറ്റർ അകലെ അറബിക്കടലിൽ കേട്ടോ. Where is Mumbai High located? In the Arabian Sea, about 160 kilometers off the coast of Mumbai, Maharashtra. മുംബൈ ഹൈ എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? മഹാരാഷ്ട്രയിലെ മുംബൈയുടെ തീരത്ത് നിന്നും ഏകദേശം 160 കിലോമീറ്റർ അകലെ അറബിക്കടലിൽ കേട്ടോ. ഇതിന്റെ മേൽനോട്ടം വഹിക്കുന്നത് ആരാണെന്ന് ചോദിക്കും കുഞ്ഞുങ്ങൾ കേട്ടോ. നല്ലപോലെ ഒന്ന് പഠിക്കണേ. ഇതിന്റെ മേൽനോട്ടം വഹിക്കുന്നത് ആരാണ്? അതായത് ഇത് മാനേജ് ചെയ്യുന്നത് ഏതാ? മുംബൈ ഹൈ മാനേജ് ചെയ്യുന്ന ആരാന്ന് ചോദിച്ചാൽ ONGC ആണ് കേട്ടോ. ചിലപ്പോൾ അതിന്റെ ഫുൾ ഫോം ആയാലും ചോദിക്കാം. ONGC എന്ന് വെച്ചാൽ ഓയിൽ ആൻഡ് നാച്ചുറൽ ഗ്യാസ് കോർപ്പറേഷൻ കേട്ടോ. ഫുൾ ഫോം ചോദിച്ചാൽ എഴുതാൻ അറിയണേ.
അടുത്ത എന്താണ് വാട്ട് ആർ മിനറൽസ് എന്നാൽ എന്താണ്? ധാതുക്കൾ അല്ലെ, നമ്മൾ കുഞ്ഞിലെ മുതലേ പഠിക്കുന്നതാണ്. എന്താണ് മിനറൽസ് അല്ലെ ധാതുക്കൾ എന്നാൽ എന്താണ്? മിനറൽസ് ആർ നാച്ചുറലി ഫോംഡ് ഓർഗാനിക് ആൻഡ് ഇൻഓർഗാനിക് സബ്സ്റ്റൻസ് വിത്ത് കെമിക്കൽ ആൻഡ് ഫിസിക്കൽ പ്രോപ്പർട്ടീസ് അല്ലെ. മിനറൽസ് ആർ നാച്ചുറലി ഫോമിങ് ഓർഗാനിക് ആൻഡ് ഇൻഓർഗാനിക് സബ്സ്റ്റൻസ് വിത്ത് കെമിക്കൽ ആൻഡ് ഫിസിക്കൽ പ്രോപ്പർട്ടീസ്. നമ്മുടെ പ്രകൃതിയാൽ ഉണ്ടാകുന്നത് അല്ലേ, പ്രകൃതിയാൽ രൂപപ്പെട്ടതും രാസഭൗതിക സവിശേഷതകളോട് കൂടിയതുമായ അജൈവിക പദാർത്ഥങ്ങളാണ് ഈ ധാതുക്കൾ എന്ന് പറയുന്നത്. പെട്രോളിയോ, ഇരുമ്പയിര്, ബോക്സൈറ്റോ ഒക്കെ ഇതിന് ഉദാഹരണമാണ് കേട്ടോ. എന്താണ് മിനറൽസ്? ഇതെല്ലാം ഒറ്റ വരിയുള്ള കേട്ടോ, ഓരോ വരി വെച്ചും. ഇത് സത്യം പറഞ്ഞാൽ എഴുതാനാണെങ്കിൽ ഒരുപാടുണ്ട്, കാരണം കുറേ ആൾക്കാരുടെ പേരുകളുണ്ട് കേട്ടോ. സോഷ്യൽ റിഫോർമേഴ്സിനെ കുറിച്ചൊക്കെ ഒരുപാട് ആൾക്കാരുടെ പേരുകളും അവരൊക്കെ എന്തൊക്കെ ചെയ്തു, എങ്ങനെ ചെയ്തു എന്നൊക്കെയുള്ളതെല്ലാം. അതായത് നമ്മൾ ചാപ്റ്റർ ബേസ് ഇട്ടിട്ടുണ്ട് നിങ്ങൾ. ഓരോന്നിൻ്റെയും ചാപ്റ്റർ നിങ്ങൾ എടുത്താലേ നിങ്ങൾക്ക് ആ വലിയ ക്വസ്റ്റ്യൻ ആൻസർ ഒക്കെ പഠിക്കാൻ ബുദ്ധിമുട്ടാണെങ്കിൽ അതിനകത്ത് എൻ്റെ ക്വസ്റ്റ്യൻ ആൻസർ നോക്കി അറിയാം. കുറേ ഈ 1 മാർക്കിൻ്റെയും 2 മാർക്കിൻ്റെയും കുറേ ക്വസ്റ്റ്യൻ ആൻസറുകളുണ്ട് കേട്ടോ. നിങ്ങൾ അത് മാത്രം എന്ത് ചെയ്താൽ എഴുതിയെടുത്തെങ്കിലും പഠിക്കണം കേട്ടോ. കാരണം ഈ വലിയ ക്വസ്റ്റ്യൻ ആൻസർ കാണുമ്പം ഒട്ടും പഠിക്കാൻ വയ്യാത്തവരുണ്ട്. ഈ സോഷ്യൽ എന്ന് പറയുമ്പോഴേ എന്തോ പോലെ തോന്നുന്നുണ്ട്. അപ്പോൾ അതിനകത്തുള്ള ഇപ്പോൾ ഈ മിനറൽസ് ഒരു വരിയുള്ളൂ, ചിലപ്പോൾ 2 മാർക്കിനായിരിക്കും ചോദിക്കുന്നത്. മിനറൽസ് ആർ നാച്ചുറലി ഫോമിങ് ഓർഗാനിക് ആൻഡ് ഇൻഓർഗാനിക് സബ്സ്റ്റൻസ് വിത്ത് കെമിക്കൽ ആൻഡ് ഫിസിക്കൽ പ്രോപ്പർട്ടീസ്. നമ്മുടെ പ്രകൃതിയാൽ രൂപപ്പെട്ടതും രാസഭൗതിക സവിശേഷതകളോട് കൂടിയതുമായ അജൈവ പദാർത്ഥങ്ങളാണ് ധാതുക്കൾ. പെട്രോളിയം, അയണൂറും ബോക്സൈറ്റും ഒക്കെ ഇതിന് എക്സാമ്പിളാണ്. അടുത്തത് വാട്ട് ആർ ദ ബേസിക് ഫാക്ടേഴ്സ് ഓഫ് എ ഡെമോക്രാറ്റിക് സിസ്റ്റം? ജനാധിപത്യ വ്യവസ്ഥയുടെ അടിസ്ഥാന ഘടകങ്ങൾ എന്തെല്ലാം? ജനാധിപത്യ വ്യവസ്ഥയുടെ അടിസ്ഥാന ഘടകങ്ങൾ എന്തെല്ലാം? ഫ്രീഡം, ഇക്വാളിറ്റി, ജസ്റ്റിസ്, റൈറ്റ്സ്, റൂൾസ് ഓഫ് ലോ ഇവയൊക്കെയാണ്. സ്വാതന്ത്ര്യം, സമത്വം, നീതി, അവകാശങ്ങൾ, നിയമവാഴ്ച എന്നിവയാണ് ജനാധിപത്യ വ്യവസ്ഥയുടെ അടിസ്ഥാന ഘടകങ്ങൾ. കണ്ടോ, ഇതൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് അല്ലേ. ഇനി എന്താണ് ഫ്രീഡം? ഫ്രീഡം എന്ന് വെച്ചാൽ സ്വാതന്ത്ര്യം എന്നാൽ എന്താണ്? ഫ്രീഡം ഈസ് വൺ ഓഫ് ദ നെസസറി ഫാക്ടേഴ്സ് ഫോർ ഡെമോക്രസി ടു എക്സിസ്റ്റ് ആസ് എ പൊളിറ്റിക്കൽ ആൻഡ് സോഷ്യൽ ഓർഡർ. ഫ്രീഡം ഈസ് വൺ ഓഫ് ദ നെസസറി ഫാക്ടേഴ്സ് ഫോർ ഡെമോക്രസി ടു എക്സിസ്റ്റ് ആസ് എ പൊളിറ്റിക്കൽ ആൻഡ് സോഷ്യൽ ഓർഡേഴ്സ്. എന്താണ് ഫ്രീഡം എന്നാൽ, അല്ലെ ജനാധിപത്യം എന്നാൽ എന്താണ്? അതിൻ്റെ മലയാളം നോക്കൂ കുഞ്ഞുങ്ങളെ. സ്വാതന്ത്ര്യം എന്നാൽ ജനാധിപത്യം ഒരു രാഷ്ട്രീയ സാമൂഹിക ക്രമമായിട്ട് നിലനിൽക്കാൻ ആവശ്യമായ ഘടകങ്ങളിൽ ഒന്നാണ് സ്വാതന്ത്ര്യം. ജനാധിപത്യം ഒരു രാഷ്ട്രീയ സാമൂഹിക ക്രമമായിട്ട് നിലനിൽക്കാൻ ആവശ്യമായ ഘടകങ്ങളിൽ ഒന്നാണ് സ്വാതന്ത്ര്യം. അങ്ങനെയാണെങ്കിൽ എന്താണ് ഇക്വാളിറ്റി എന്ന് വെച്ച് കഴിഞ്ഞാൽ? സമത്വം എന്നാൽ എന്താണ്? സമത്വം എന്താ കുഞ്ഞുങ്ങളെ? ഇക്വാളിറ്റി മീൻസ് ആൾ പീപ്പിൾസ് in the world are unique and valuable regardless of discriminations based on religion, color, gender, race, language or nationality. നമ്മുടെ മതം, ഓരോരുത്തരെയും മതം, നിറം, ലിംഗഭേദം, വംശം, ഭാഷ, ദേശീയത എന്നിവയുടെ അടിസ്ഥാനത്തിലുള്ള വിവേചനങ്ങൾക്കതീതമായിട്ട് ലോകത്തിലെ എല്ലാ ആളുകളും അതുല്യരും മൂല്യമുള്ളവരുമാണെന്നുള്ള കാഴ്ചപ്പാടാണ് സമത്വം എന്ന് പറയുന്നത് കേട്ടോ. മതം, നിറം, ലിംഗഭേദം, വംശം, ഭാഷ, ദേശീയത എന്നിവയുടെ അടിസ്ഥാനത്തിലുള്ള വിവേചനങ്ങൾക്ക് അതീതമായിട്ട് ലോകത്തിലെ എല്ലാ ആളുകളും അതുല്യരും മൂല്യമുള്ളവരുമാണെന്നുള്ളൊരു കാഴ്ചപ്പാടാണ് ഇക്വാളിറ്റി അല്ലെങ്കിൽ സമത്വം എന്ന് പറയുന്നത്. വാട്ട് ആർ ദ ഇമ്പോർട്ടൻ്റ് നാച്ചുറൽ റൈറ്റ്സ്? നമ്മുടെ പ്രധാനപ്പെട്ട പ്രകൃതിദത്ത അവകാശങ്ങൾ ഏതെല്ലാമാണ്? പ്രധാനപ്പെട്ട പ്രകൃതിദത്ത അവകാശങ്ങൾ: ദ റൈറ്റ് ടു ഫ്രീഡം, ദ റൈറ്റ് ടു പ്രോപ്പർട്ടി, ദ റൈറ്റ് ടു ലൈഫ് ആർ ഇമ്പോർട്ടൻ്റ് നാച്ചുറൽ റൈറ്റ്സ്. റൈറ്റ് ടു ഫ്രീഡം, റൈറ്റ് ടു പ്രോപ്പർട്ടി, റൈറ്റ് ടു ലൈഫ് ആർ ദ ഇമ്പോർട്ടൻ്റ് നാച്ചുറൽ റൈറ്റ്സ്. നമുക്ക് സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം, സ്വത്തവകാശം, ജീവിക്കാനുള്ള അവകാശം എന്നിവയാണ് പ്രധാനപ്പെട്ട പ്രകൃതിദത്ത അവകാശങ്ങൾ കേട്ടോ. നാച്ചുറൽ റൈറ്റ്സ് ആണ്. ഹ്യൂമൻ റൈറ്റ്സ് പഠിച്ചു അല്ലേ? നാച്ചുറൽ റിസോഴ്സസ്, നാച്ചുറൽ റൈറ്റ്സുകൾ. സ്വാതന്ത്ര്യത്തിനുള്ള അവകാശമുണ്ട്, സ്വത്തവകാശമുണ്ട്, ജീവിക്കാനുള്ള അവകാശമുണ്ട് അല്ലേ? എന്തെല്ലാമാണ് പ്രകൃതിദത്ത അവകാശങ്ങൾ? 28 അടുത്ത 29ാമത്തത് വാട്ട് ആർ ദ ഡിഫറെൻ്റ് ടൈപ്പ് ഓഫ് റൈറ്റ്സുകൾ?
എന്തെല്ലാമാണ് ഡിഫറെൻ്റ് ടൈപ്പ് ഓഫ് റൈറ്റ്സുകൾ. പൊളിറ്റിക്കൽ റൈറ്റ്സ് ഉണ്ട്, സിവിൽ റൈറ്റ്സ് ഉണ്ട്, എക്കണോമിക് റൈറ്റ്സ് ഉണ്ട്, കൾച്ചറൽ റൈറ്റ്സ് ഉണ്ട് അല്ലേ. നമുക്ക് രാഷ്ട്രീയ അവകാശങ്ങളുണ്ട്, പൗരാവകാശങ്ങളുണ്ട്, സാമ്പത്തിക അവകാശങ്ങളുണ്ട്, സാംസ്കാരിക അവകാശങ്ങളുണ്ട് കേട്ടോ. 30ാമത്തെ എന്താണ്? ഡയറക്റ്റ് ഡെമോക്രസി. അപ്പോൾ ഇൻഡയറക്റ്റ് ഡെമോക്രസി ഉണ്ട് കേട്ടോ. ഡയറക്റ്റ് ഡെമോക്രസി എന്ന് വെച്ചാൽ എന്താ? പ്രത്യക്ഷ ജനാധിപത്യം എന്നാൽ എന്താണ്? ഇതെല്ലാം നമ്മുടെ നോട്ടിലുണ്ട് കേട്ടോ. നമ്മുടെ വിഷയം നിങ്ങൾ ഏത് ചാപ്റ്റർ ആണോ പഠിക്കാനുള്ളത് ആ ചാപ്റ്ററിൻ്റെ നമ്മുടെ ചാനലിൽ കിടപ്പുണ്ട് നിങ്ങളെ നോട്ടുകൾ കേട്ടോ. ഡയറക്റ്റ് ഡെമോക്രസി ഈസ് ദ ഡെമോക്രാറ്റിക് സിസ്റ്റം ഇൻ വിച്ച് പീപ്പിൾ ഡയറക്റ്റ്ലി പാർട്ടിസിപ്പേറ്റ് ഇൻ ഗവർണൻസ് ആൻഡ് ലോ മേക്കിംഗ്. അതായത് നമ്മുടെ ഭരണത്തിലും അതുപോലെ ലോ മേക്കിംഗ് നിയമനിർമ്മാണത്തിലും ജനങ്ങൾ നേരിട്ട് പങ്കെടുക്കുന്ന ജനാധിപത്യ വ്യവസ്ഥയാവും നിങ്ങളെ പ്രത്യക്ഷ ജനാധിപത്യം എന്ന് വിളിക്കുന്നത്. നമ്മുടെ ഭരണത്തിലും നിയമനിർമ്മാണത്തിലും ജനങ്ങൾ നേരിട്ട് പങ്കെടുക്കുന്ന ജനാധിപത്യ വ്യവസ്ഥയാണ് പ്രത്യക്ഷ ജനാധിപത്യം എന്ന് പറയുന്നത്. വായിക്കാൻ പറ്റുന്നുണ്ടല്ലോ. അടുത്തത്, വിച്ച് കൺട്രി ഈസ് നോൺ ഫോർ ഹാവിംഗ് ഡിറക്റ്റ് ഡെമോക്രാറ്റിക് ഡിവൈസ്. പ്രത്യക്ഷ ജനാധിപത്യ ഉപാധികൾ നിലവിലുള്ള ഒരു രാഷ്ട്രം ഏതാന്ന് ചോദിക്കും. സ്വിറ്റ്സർലാൻഡ് ആണ് കേട്ടോ. പ്രത്യക്ഷ ജനാധിപത്യം ഡയറക്റ്റ് ഡെമോക്രസി എന്ന ഉപാധികൾ നിലവിലുള്ള ഒരു രാഷ്ട്രം ഏതാണ്? സ്വിറ്റ്സർലൻഡ് ആണ് കേട്ടോ. അടുത്തത്, അതിൻ്റെ ആൻസർ എഴുതിയില്ല അല്ലേ. അടുത്തത്, വിച്ച് ഈസ് ദ ലാർജസ്റ്റ് ഡെമോക്രാറ്റിക് കൺട്രി ഇൻ ദ വേൾഡ്. ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യം ഏതാണ്? വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യം ഏതാണ്? ഡെമോക്രാറ്റിക് കൺട്രി ഇന്ത്യയാണ് കേട്ടോ. ഇന്ത്യ. ഇനി വാട്ട് ആർ ദ വോട്ടിംഗ് ഏജ് വെൻ ദ കോൺസ്റ്റിറ്റ്യൂഷൻസ് കെയിം ഇൻ ടു ഫോഴ്സ്. നമ്മുടെ ഭരണഘടന നിലവിൽ വരുമ്പോൾ നമുക്ക് വോട്ടവകാശത്തിനുള്ള പ്രായം 21 കേട്ടോ. ഭരണഘടന നിലവിൽ വരുമ്പോൾ വോട്ടവകാശത്തിനുള്ള പ്രായം 21. ഇപ്പം എന്താ? അത് 18 അല്ലേ. അടുത്ത, വാട്ട് ഈസ് മെൻ ബൈ യൂണിവേഴ്സൽ അഡൽട്ട് ഫ്രാഞ്ചൈസ് എന്ന് വെച്ചാൽ എന്താണ് സാർവത്രിക പ്രായപൂർത്തി വോട്ടവകാശം എന്നാൽ എന്താണ്? യൂണിവേഴ്സൽ അഡൽട്ട് ഫ്രാഞ്ചൈസ് ഇന്ത്യയുടെയാണ്. അക്കോർഡിംഗ് ടു ആർട്ടിക്കിൾസ് 326 ഓഫ് ദ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ, all citizens of India have the right to vote regardless of caste, religion, gender or class. നമ്മുടെ ഇന്ത്യൻ ഭരണഘടനയുടെ അനുച്ഛേദം, ആർട്ടിക്കിൾസിനാണ് ഈ അനുച്ഛേദം എന്ന് പറയുന്നത് കേട്ടോ. 326 അനുസരിച്ച് ജാതി, മതം, ലിംഗം, വർഗം, വ്യത്യാസങ്ങൾ എന്നിവയൊന്നും പരിഗണിക്കാതെ ഇന്ത്യയിലെ എല്ലാ പൗരന്മാർക്കും വോട്ട് ചെയ്യാനുള്ള അവകാശമുണ്ട് എന്നാണ് ഇതുകൊണ്ട് അർത്ഥമാക്കുന്നത് കേട്ടോ. ജാതി മതം ഒന്നുമില്ലാതെ എല്ലാവർക്കും വോട്ട് ചെയ്യാനുള്ള അവകാശമുണ്ടെന്നാണ് ഏതിലാണ്? അനുച്ഛേദം 326 അല്ലെ 326 പറയുന്നത്. ദ റെസ്പോൺസിബിലിറ്റി ഫോർ കണ്ടക്ടിങ് ഇലക്ഷൻ ഇൻ ഇന്ത്യ. ഇന്ത്യൻ തെരഞ്ഞെടുപ്പ് നടത്തുന്നതിനുള്ള ചുമതല വഹിക്കുന്നത് ആരാണ്? നമ്മുടെ ഇന്ത്യയിൽ തെരഞ്ഞെടുപ്പ് നടത്തുന്നുണ്ടല്ലോ, ഇപ്പോൾ തെരഞ്ഞെടുപ്പ് നടക്കുകയല്ലേ, അതിൻ്റെ ചുമതല ആർക്കാണോ നിങ്ങളെ? തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ് കേട്ടോ. ഇലക്ഷൻ കമ്മീഷനാണ് അതിൻ്റെ ചുമതല. അടുത്ത, ഭരണഘടനയുടെ കാവൽക്കാരൻ ആരാണ്? നമ്മുടെ ഇന്ത്യൻ ഭരണഘടനയുടെ കാവൽക്കാരൻ ആരാ? കോടതിയാണ് കേട്ടോ. ദാറ്റ്സ് ദ ഗാർഡിയൻ ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻസ്. കോർട്ടാണ് കേട്ടോ, കോർട്ട്. പഴശ്ശിരാജ വധിക്കപ്പെട്ടത് എന്നാണ്? 1805 നവംബർ 30 നമ്മുടെ പഴശ്ശിരാജ വധിക്കപ്പെട്ടത്. വെൻ വാസ് പഴശ്ശിരാജ അസാസിനേറ്റഡ്? നവംബർ 13, 1805. പഴശ്ശിയെ ബ്രിട്ടീഷുകാർ വധിച്ചത് എവിടെ വെച്ചാണ്? വേർ വാസ് പഴശ്ശിരാജ കിൽഡ് ബൈ ദ ബ്രിട്ടീഷ്? മാവിലാംകോട് കേട്ടോ. ഇവിടെ വയനാട്ടിലെ മാവിലാംതോട് എന്ന് പറയുന്ന സ്ഥലത്ത് വെച്ചാണ്. പഴശ്ശിയെ ബ്രിട്ടീഷുകാർ വധിച്ചത്. 40ാമത്തെ, വിച്ച് കോണ്ടിനെന്റ്. ഇത് ലാസ്റ്റ് പാഠത്തിന്റെ കുറെ വൺ വേർഡ് ആട്ടോ. നമ്മൾ ലാസ്റ്റ് പാഠത്തിന്റെ വൺ വേർഡ് ഇട്ടിട്ടില്ലായിരുന്നു. അപ്പൊ ഇതിനകത്തിലുണ്ട്, വിച്ച് കോണ്ടിനെന്റ് ഈസ് ലൊക്കേറ്റഡ് ഇൻ ദ ഈസ്റ്റ് ഓഫ് യൂറോപ്പ്. യൂറോപ്പിന്റെ കിഴക്ക് ഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന ഭൂഖണ്ഡം. മൊത്തം എത്ര ഭൂഖണ്ഡം ഉണ്ടോ നിങ്ങളെ? എത്ര കോണ്ടിനെന്റ് ഉണ്ട്? ഇല്ലയോ? ഇതൊക്കെ എന്തിനാ ചോദിക്കുന്നത്? അതിൽ ഒന്നാമത്തെ ആളാണ് ഏഷ്യ കേട്ടോ. നമ്മൾ ഈ പാഠം നേരത്തെ കോണ്ടിനെന്റ് എന്നൊരു പാഠം പഠിച്ചിട്ടുണ്ടോ നിങ്ങൾ? അതിലൊന്നാമത്തെ ആണ് ഏഷ്യ കേട്ടോ. ഏഷ്യ. വിച്ച് ഓഷൻസ് ഈസ് ലൊക്കേറ്റഡ് ടു ദ വെസ്റ്റ് ഓഫ് യൂറോപ്പ്. നമ്മൾ ഈ ചാപ്റ്റർ പഠിക്കുന്നത് യൂറോപ്പുമായിട്ട് ബന്ധപ്പെട്ടാണ് കേട്ടോ. യൂറോപ്പ് ഒരു കോണ്ടിനെന്റ് ആണ്. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട കുറേ കാര്യങ്ങളാണ് ഈ ചാപ്റ്ററിൽ പഠിക്കുന്നത്. യൂറോപ്പിന്റെ വെസ്റ്റ് ഭാഗം എന്ന് വെച്ച് കഴിഞ്ഞാൽ പടിഞ്ഞാറ് ഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന സമുദ്രം ഏതാണെന്നാണ് ചോദിച്ചത്. ചോദ്യം കേട്ടിട്ട് വേണം എഴുതാൻ.
യൂറോപ്പിന്റെ പടിഞ്ഞാറ് ഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന സമുദ്രം അല്ലെ, ഓഷൻ ഏതാണെന്നാണ് ചോദിച്ചത്. അറ്റ്ലാന്റിക് ഓഷൻ ആണ് കേട്ടോ, അറ്റ്ലാന്റിക് സമുദ്രം. വിച്ച് ഓഷൻസ് ഈസ് ലൊക്കേറ്റഡ് ടു ദ നോർത്ത് ഓഫ് യൂറോപ്പ്. ഇനി അതുപോലെ തന്നെ യൂറോപ്പിന്റെ വടക്ക് ഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന സമുദ്രം ഏതാണ്? പടിഞ്ഞാറ് ഭാഗത്ത് ഏതാ സമുദ്രമാണ്. ഇനി അതിന്റെ നോർത്ത് ഭാഗത്ത് ഒരു സമുദ്രമുണ്ട്, അത് ഏതാ? ആർട്ടിക് സമുദ്രമാണ് കേട്ടോ. നിങ്ങൾ യൂറോപ്പ് എന്ന് എഴുതി വെച്ചിട്ട് അതിന്റെ ഓരോ ഭാഗവും ഒരു ആരോ മാർക്ക് കൊടുത്തിട്ട് ഓരോരുത്തർക്കും എന്താണെന്ന് അടിക്കാൻ എഴുതി വെച്ചോണം. യൂറോപ്പ് എന്ന് എഴുതിയിട്ട് അതിന്റെ വെസ്റ്റ് ഭാഗത്ത്, അതായത് പടിഞ്ഞാറ് ഭാഗത്ത് അറ്റ്ലാന്റിക് ഓഷനാണ്. ഇനി അതിന്റെ യൂറോപ്പ് എന്ന് എഴുതിയിട്ട് അതിന്റെ നോർത്ത് ഭാഗത്ത് ആർട്ടിക് ഓഷനാണ്. ഇനി വിച്ച് സീ ഈസ് ലൊക്കേറ്റഡ് ടു ദ സൗത്ത് ഓഫ് യൂറോപ്പ്. യൂറോപ്പിന്റെ തെക്ക് ഭാഗത്ത്, സൗത്ത് എന്ന് വെച്ചാൽ തെക്ക് ഭാഗത്ത് മെഡിറ്ററേനിയൻ കടലാണ് കേട്ടോ. ഏതാണ്? മെഡിറ്ററേനിയൻ സീ ആണ്, അത് ഓർത്തോണേ. അടുത്തത്, വാട്ട് ആർ ദ ജോഗ്രഫിക്കൽ ഫീച്ചേഴ്സ് ദാറ്റ് സെപ്പറേറ്റ് യൂറോപ്പ് ഫ്രം ഏഷ്യ? യൂറോപ്പിനെ ഏഷ്യയിൽ നിന്നും വേർതിരിക്കുന്ന ഭൂസവിശേഷതകൾ ഏതൊക്കെയാണ്? യൂറോപ്പിനെ ഏഷ്യയിൽ നിന്നും, യൂറോപ്പിന്റെ കാര്യമാണ് പഠിക്കുന്നത്, ഏഷ്യയിൽ നിന്നും വേർതിരിച്ച് ഉള്ള ഒരു ഭൂസവിശേഷതകൾ ഏതെല്ലാമാണ്? ഒന്ന്, യുറാൽ മൗണ്ടൻ, യുറാൽ പർവ്വതനിര, ബ്ലാക്ക് സീ കരിങ്കടല്, കാപ്സിയൻ സീ കേട്ടോ, കാപ്സിയൻ കടല് എന്നിവയാണ് കേട്ടോ യൂറോപ്പിനെ ഏഷ്യയിൽ നിന്നും വേർതിരിക്കുന്ന ഭൂസവിശേഷതകൾ ഏതാണെന്ന് 3 പഠിക്കണം. യൂറോപ്പിലെ ഏറ്റവും വലിയ രാജ്യം ഏതാവും നിങ്ങളെ? യൂറോപ്പിലെ ഏറ്റവും വലിയ രാജ്യം റഷ്യയാണ് കേട്ടോ. ദ ലാർജസ്റ്റ് കൺട്രി ഇൻ യൂറോപ്പ് റഷ്യയാണ്. 46. റഷ്യയിലെ ഏറ്റവും വലിയ പട്ടണങ്ങൾ ഏതെല്ലാമാണ്? നമ്മൾ റഷ്യയെക്കുറിച്ചാണോ പഠിക്കുന്നത്? അല്ല, യൂറോപ്പിനെ കുറിച്ചാണ്. യൂറോപ്പിലാണ് റഷ്യ. റഷ്യയുടെ ഏറ്റവും വലിയ പട്ടണങ്ങൾ ഏതൊക്കെയാണ്? വാട്ട് ഈസ് ദ ലാർജസ്റ്റ് സിറ്റീസ് ഇൻ റഷ്യ? ദ ലാർജസ്റ്റ് സിറ്റി ഇൻ റഷ്യ, 1 മോസ്കോ, 2 സെന്റ് പീറ്റേഴ്സ്ബർഗ്, പറയാനറിയണേ ബർഗ് കേട്ടോ, സെന്റ് പീറ്റേഴ്സ്ബർഗ് ആൻഡ് ലൊക്കേറ്റഡ് ഇൻ യൂറോപ്യൻ റഷ്യ. റഷ്യയിലെ ഏറ്റവും വലിയ പട്ടണങ്ങളായ മോസ്കോയും സെന്റ് പീറ്റേഴ്സ്ബർഗും സ്ഥിതി ചെയ്യുന്നത് യൂറോപ്പിലെ റഷ്യയിലാണ് കേട്ടോ. ഓക്കെ ആണോ? അടുത്ത, ഹൗ ആർ യു ഷേപ്പ്ഡ് വാലി ഫോംഡ്? യു ഷേപ്പ്, നിങ്ങൾ യൂട്യൂബിൽ നോക്കിയാൽ ആ പടം, ഇത് യു ഷേപ്പ്ഡ് വാലി എന്നൊന്ന് അടിച്ചു കൊടുക്കണേ നിങ്ങൾ. അപ്പം അത് കാണാൻ പറ്റും. കാണുമ്പോൾ നിങ്ങൾക്ക് അത് പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റും. അതായത് ഹിമാനികളുടെ അപരതര പ്രക്രിയയിലൂടെ യു ആകൃതിയിലുള്ള താഴ്വരകൾ രൂപം കൊള്ളുന്നു. നിങ്ങളത് യൂട്യൂബിൽ അടിച്ചു കൊടുക്കുമ്പോൾ തന്നെ യു ഷേപ്പ് കാണാൻ പറ്റും. അപ്പോൾ നിങ്ങൾക്ക് അത് മനസ്സിലാവും. യു ഷേപ്പ്ഡ് വാലീസ് ആർ ഫോംഡ് ബൈ ദ പ്രോസസ് ഓഫ് ഗ്ലേസിയർ എറോഷൻ ആണ് കേട്ടോ, ഹിമാനികളുടെ. അത് നിങ്ങൾക്ക് ആ പടം കാണുമ്പോൾ നല്ലപോലെ മനസ്സിലാവുന്നുണ്ടാണ് ഞാനത് എടുത്തു പറഞ്ഞത്. അടുത്തത്, ഈ ഫിയോഡുകൾ എന്നാൽ എന്താണ്? ജെ അവിടെ കൊടുത്തിട്ടുണ്ടെങ്കിൽ ഫിജോഡ് എന്നാണ് കേട്ടോ, ഫിജോഡ്. പക്ഷെ ഫിയോഡുകൾ എന്നാണ് നമ്മൾ പറയുന്നത് കേട്ടോ. ജെ ഉണ്ട്. ഉയർന്ന അക്ഷാംശ പ്രദേശങ്ങളിലെ സമുദ്രതീരങ്ങളിൽ ഹിമാനികളുടെ പ്രവർത്തന ഫലമായി രൂപം കൊള്ളുന്ന ഹിമകൃത താഴ്വരകളാണ് ഫിയോയിഡ് എന്ന് പറയുന്നത് കേട്ടോ. ഫിജോയിഡ് ആറ് ഗ്ലേഷ്യർ വാലീസ് ഫോംഡ് ബൈ ദ ആക്ഷൻസ് ഓഫ് ഗ്ലേസിയേഴ്സ് ഓൺ ഓഷ്യാനിക് കോസ്റ്റ് ഇൻ ഹൈ ലാറ്റിറ്റ്യൂഡ് കേട്ടോ. ഓരോ വരിയേ ഉള്ളൂ. എന്താണ് ഫിജോഡെന്ന് വേണേൽ പഠിച്ചോ സ്പെല്ലിങ്. അപ്പം നിങ്ങൾക്ക് തെറ്റത്തില്ല. ഫിജോഡ് അല്ലേ, എഫ് ഉണ്ട്, ഫിജോഡ്. പക്ഷെ നമ്മൾ പറയുന്നത് ഫിയോഡുകൾ എന്നാണ് കേട്ടോ. ഉയർന്ന അക്ഷാംശ പ്രദേശങ്ങളിലെ സമുദ്രതീരങ്ങളിൽ ഹിമാനികളുടെ പ്രവർത്തന ഫലമായിട്ട് രൂപം കൊള്ളുന്ന കേട്ടോ, ഹിമാനികളുടെ. ഓക്കെ. 49. ചോദ്യം, യൂറോപ്പിന്റെ ഭൂപ്രകൃതി വിഭവങ്ങൾ ഏതെല്ലാം? വാട്ട് ആർ ദ ഫിസിയോഗ്രാഫിക് ഡിവിഷൻസ് ഓഫ് യൂറോപ്പ്? 1 നോർത്ത് വെസ്റ്റേൺ ഹൈലാൻഡ്, സെൻട്രൽ അപ്ലാൻഡ്, നോർത്ത് യൂറോപ്യൻ പ്ലെയിൻസ്, ആൽപൈൻ മൗണ്ടൻ സിസ്റ്റംസ്. വടക്ക് പടിഞ്ഞാറൻ കുന്നുകളുണ്ട്, മധ്യ ഉന്നത തടങ്ങളുണ്ട്, പിന്നെ ഉത്തര യൂറോപ്യൻ സമതലങ്ങളുണ്ട്, ആൽപൈൻ പർവ്വതനിരകളുണ്ട്. ഓക്കെ. വിച്ച് യൂറോപ്യൻ കൺട്രി ഈസ് കാൾഡ് ദ ലാൻഡ് ഓഫ് എ തൗസൻഡ്സ് ലേക്ക്? 1000 തടാകങ്ങളുടെ നാട് എന്ന് വിശേഷിപ്പിക്കുന്ന യൂറോപ്പിന്റെ രാജ്യം ഏതാണ്? 1000 തടാകങ്ങളുടെ നാട് എന്ന് വിശേഷിപ്പിക്കുന്ന യൂറോപ്പിന്റെ രാജ്യം ഏതാണ്? ഫിൻലാൻഡ് ആണ് കേട്ടോ. ഫിൻലാൻഡ്. വിച്ച് ഈസ് ദ മെയിൻ സോഴ്സസ് ഓഫ് എനർജി ഈസ് ഫിൻലാൻഡ്. ഫിൻലാൻഡിലെ പ്രധാന ഊർജ്ജ സ്രോതസ് ഏതാണ് നിങ്ങളെ? ഈ ഫിൻലാൻഡിന്റെ പ്രധാന ഊർജ്ജ സ്രോതസ്, സോഴ്സസ് ഓഫ് എനർജി ഏതാണ്? ഫിൻലാൻഡിന്റെ ഹൈഡ്രോ ഇലക്ട്രിസിറ്റിയാണ് കേട്ടോ. ഫിൻലാൻഡിലെ പ്രധാന ഊർജ്ജ സ്രോതസ് എന്ന് പറയുന്നത് തന്നെ ജലവൈദ്യുതി. യൂറോപ്പിലെ ഏറ്റവും നീളം കൂടിയ നദി ഏതാണ്? യൂറോപ്പിനെ കുറിച്ച് നമ്മൾ പഠിക്കുന്ന യൂറോപ്പിലെ ഏറ്റവും നീളം കൂടിയ നദി വോൾഗയാണ് കേട്ടോ, വോൾഗ. വിച്ച് ഈസ് ദ ലോങ്സ്റ്റ് റിവർ ഇൻ യൂറോപ്പ്? വോൾഗ. യൂറോപ്പിലെ ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ള രാജ്യം റഷ്യയാണ്.
വിച്ച് കൺട്രി ഹാസ് ദ മോസ്റ്റ് പോപ്പുലേറ്റഡ് ഇൻ യൂറോപ്പ്? റഷ്യയാണ് കേട്ടോ. എല്ലാവരും മാർഗിൻ്റെയാണ്. ഇനി സ്പ്രീ നദി, ഈ പേരൊക്കെ നമ്മൾ ആദ്യമായിട്ട് കേൾക്കുമായിരിക്കും അല്ലേ. സ്പ്രീ നദിയുടെ തീരത്ത് സ്ഥിതി ചെയ്യുന്ന യൂറോപ്യൻ നഗരം ഏതാണ്? നമ്മളിതൊക്കെ ആദ്യമായിട്ടാണ് നിങ്ങൾ പഠിക്കുന്നത് കേട്ടോ. സ്പ്രീ, വെറൈറ്റി, സ്പ്രേ അല്ലേ, സ്പ്രീ നദിയുടെ തീരത്ത് സ്ഥിതി ചെയ്യുന്ന യൂറോപ്യൻ നഗരമാണ് ബെർലിൻ. വിച്ച് യൂറോപ്യൻ സിറ്റി ഈസ് ലൊക്കേറ്റഡ് ഓൺ ദ ബാങ്ക്സ് ഓഫ് ദ സ്പ്രീ റിവർ? ഏതാണ്? ബെർലിൻ, BERLIN, ബെർലിൻ. 55ാമത്തെ ചോദ്യം, യൂറോപ്പിലെ പ്രധാന മത്സ്യബന്ധന പ്രദേശങ്ങളായ 2 ബാങ്കുകളുടെ പേരെഴുതുക. ഒന്ന് ഏതാ? ഫെഡറൽ ബാങ്കും ഒന്ന് CST. യൂറോപ്പിലെ പ്രധാന മത്സ്യബന്ധന പ്രദേശങ്ങളായ 2 ബാങ്കുകളുടെ പേരെഴുതുക. റൈറ്റ് ദ നെയിം ഓഫ് 2 ബാങ്ക് ദാറ്റ് ആർ മേജർ ഫിഷറിംഗ് ഏരിയാസ് ഇൻ യൂറോപ്പ്. ഏതാ കുഞ്ഞുങ്ങളെ? ഏതൊക്കെയാ? ഗ്രേറ്റ് ഫിഷർ ബാങ്കും ഡോഗർ ബാങ്കും. ഗ്രേറ്റ് ഫിഷർ ബാങ്കും ഡോഗർ ബാങ്കും. ഓക്കെ ആണോ? വാട്ട് ആർ ദ 2 മെയിൻ റിവേഴ്സ് അസോസിയേറ്റഡ് വിത്ത് ദ നോർത്ത് യൂറോപ്യൻ പ്ലെയിൻസ്? ഉത്തര യൂറോപ്യൻ സമതലങ്ങളുമായിട്ട് ബന്ധപ്പെട്ട 2 പ്രധാന നദികൾ പറയാൻ. ഉത്തര യൂറോപ്യൻ സമതലങ്ങളുമായിട്ട് ബന്ധപ്പെട്ട 2 പ്രധാനപ്പെട്ട നദികളാണ്. മുമ്പ് നമ്മൾ ഒരെണ്ണം പറഞ്ഞതാ, വോൾഗ, ഡോൺ. വെറൈറ്റി പേരല്ലേ, വോൾഗയും ഡോണും. ഇന്ത്യൻ ഗവൺമെന്റുകളുടെ കാലാവധി എത്ര വർഷമാണ്? ഇന്ത്യൻ ഗവൺമെന്റുകളുടെ കാലാവധി എത്ര വർഷമാണ്? മെൻഷൻ ദ ടേം ഓഫ് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ. ഏതാ നിങ്ങളെ? 5 കേട്ടോ. ഇന്ത്യൻ ഗവൺമെന്റുകളുടെ കാലാവധി 5 വർഷമാണ്. ഇന്ത്യൻ ഭരണഘടനയുടെ സംരക്ഷകൻ ആരാണ്? മെൻഷൻ ദ ഗാർഡിയൻ ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻസ് ഓഫ് ഇന്ത്യ. കോർട്ടാണ്. ഞാൻ അതുപോലെ എന്തോ പറഞ്ഞില്ലേ, കോർട്ടാണ്. ജനാധിപത്യ വ്യവസ്ഥയുടെ അടിസ്ഥാന ഘടകങ്ങൾ. ഫാക്ടേഴ്സ് ഓഫ് ഡെമോക്രാറ്റിക് സിസ്റ്റം. മുമ്പ് അത് പറഞ്ഞു തോന്നുന്നു അല്ലേ. സ്വാതന്ത്ര്യം, സമത്വം, നീതി, അവകാശങ്ങൾ, നിയമവാഴ്ച എന്നിവയാണ്. ഫ്രീഡം, ഇക്വാളിറ്റി, ജസ്റ്റിസ്, റൈറ്റ്, റൂൾസ് ഓഫ് ലോ കേട്ടോ. ദക്ഷിണേന്ത്യയിൽ ആദ്യമായി കണ്ണാടി പ്രതിഷ്ഠ നടത്തിയത് ആരാണ്? ഈ പാഠവുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ ചോദ്യങ്ങളും എല്ലാ 1 വേർഡ് ക്വസ്റ്റ്യനും നമ്മുടെ ആ പാഠത്തിലുണ്ടോ നിങ്ങൾ കേട്ടോ. നിങ്ങൾ ആ പാഠം എടുത്ത് നോക്കണം. കാരണം ഒരുപാട് റിഫോർമേഴ്സിനെ കുറിച്ച്, സോഷ്യൽ റിഫോർമേഴ്സിന്റെ പാഠം നമ്മൾ ഇതിന് മുമ്പേ ഉള്ള 2 ചാപ്റ്ററിൽ എടുത്തതാണ്. ഞാൻ അതിന്റെ എല്ലാ 1 വേർഡ് ക്വസ്റ്റ്യനും ആ ചാപ്റ്ററിൽ തന്നെ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അതുകൊണ്ടാണ് കുറേ എഴുതിയിട്ടുള്ളത് കൊണ്ടാണ് ഞാൻ വീണ്ടും അതെടുത്ത് എഴുതാഞ്ഞത്. നിങ്ങൾ ആ പാഠം എടുത്ത് നോക്കണം. ഞാൻ പറഞ്ഞില്ലേ, വലിയ ക്വസ്റ്റ്യൻ ആൻസർ പഠിക്കാൻ ബുദ്ധിമുട്ടുള്ളവർ ഈ 1 വേർഡുകൾ ഒരുപാട് ഞാൻ അതിൽ എഴുതിയിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ അത് എഴുതിയതൊന്നും ഇതിനകത്തിൽ എഴുതിയിട്ടില്ല. നിങ്ങൾ അത് ആ പാഠം എടുത്ത് നോക്കണം കേട്ടോ. ഓരോ ചാപ്റ്ററും എടുത്ത് നോക്കിയാൽ അത് നിങ്ങൾ എല്ലാ 1 വേർഡുകളും അതിനകത്തുണ്ട് കേട്ടോ. അപ്പോൾ ഇതിനകത്ത് 60 എണ്ണം ഉണ്ട്. കണ്ണാടി പ്രതിഷ്ഠ നടത്തിയ ആരാ? വൈകുണ്ഠ സ്വാമികളാണ് കേട്ടോ. വൈകുണ്ഠ സ്വാമികൾ. അപ്പോൾ 60 എണ്ണം ഞാൻ ഇതിനകത്ത് തന്നിട്ടുണ്ട്. ബാക്കി നിങ്ങൾ അതിൽ നോക്കി നല്ല വൃത്തിയായിട്ട് പഠിക്കുക. വൃത്തിയായിട്ട് പഠിച്ച് പരീക്ഷ എഴുതണേ കുഞ്ഞുങ്ങളെ. ഓണപരീക്ഷയുടെ ക്വസ്റ്റ്യൻ പൊതുവെ ഒരു ഇച്ചിരി കട്ടിയായിരുന്നു. ഇപ്രാവശ്യം കട്ടി കൂടുതലായിരിക്കും. അതുകൊണ്ട് കട്ടി കുറയ്ക്കാൻ വേണ്ടിയാണ് നമ്മൾ പഠിക്കുക എന്ന് പറയുന്നത് കേട്ടോ. വീട്ടിലിരിക്കുന്ന സമയങ്ങളിലെല്ലാം നമ്മൾ പഠിക്കുക. നമ്മളെ കൊണ്ട് അതെല്ലാം പറ്റത്തുള്ളൂ. പഠിക്കുക, മാർക്ക് മേടിക്കുക അല്ലേ, അത്രയേ ഉള്ളൂ. അപ്പോൾ എല്ലാവർക്കും നല്ല ഒരു വിജയാശംസകൾ നേരുന്നു. വൃത്തിയായിട്ട് എഴുതുക, പഠിക്കുക, ലൈക്ക് ചെയ്യുക. എൻ്റെ ചാനൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഹൈപ്പ് ചെയ്യുക. ഇതേ നിങ്ങളെ കൊണ്ട് പറ്റത്തുള്ളൂ. അപ്പം ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഇത്രയും ചെയ്യുമ്പോൾ നിങ്ങൾ എനിക്ക് വേണ്ടി അത്രയും ചെയ്യണേ കുഞ്ഞുങ്ങളെ കേട്ടോ. അപ്പോൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം കേട്ടോ. ഓക്കെ കുഞ്ഞുങ്ങളെ, താങ്ക് യു.